സർ നമസ്കാരം. നമസ്കാരം. ഭാരതത്തിൻ്റെ പത്മപുരസ്കാരങ്ങളിൽ വിശിഷ്ടമായ പത്മഭൂഷൺ, അതായത് പത്മപുരസ്കാരങ്ങളിൽ മൂന്നാമത്തെ വലിയ പുരസ്കാരമായ പത്മഭൂഷൺ നാളെ കേരളത്തിലെ SNDP യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശന് സമ്മാനിക്കുന്നു എന്നുള്ളതാണ് പുതിയൊരു വാർത്ത. അതൊരു വാർത്തയേ അല്ല. കാരണം പത്മപുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ധാരാളം കേരളീയർ, അദ്വിതീയരായിട്ടുള്ള പ്രതിഭകൾ ധാരാളമുള്ള നാടാണ് കേരളം. എന്നാൽ വെള്ളാപ്പള്ളി നടേശന് എങ്ങനെയാണ് പത്മഭൂഷൺ കൊടുക്കുന്നത്, എന്തിനു വേണ്ടിയാണ് കൊടുക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം വന്നിരിക്കുന്നത് അദ്ദേഹം സാമൂഹ്യ രംഗത്ത് മഹത്തായ സേവനങ്ങൾ നൽകിയത് കണക്കിലെടുത്തുകൊണ്ടാണ് ഈ പത്മഭൂഷൺ പുരസ്കാരം നൽകുന്നത് എന്നാണ് പറഞ്ഞത്. എന്തായാലും അദ്ദേഹം സാമൂഹ്യ രംഗത്ത് നൽകിയിരിക്കുന്ന മഹത്തായ സേവനം എന്താണ് എന്നുള്ളത് തമ്മിൽ ഇപ്പോൾ SNDP യൂണിയൻ നേതാക്കളെല്ലാം മുഖത്തോട് മുഖം നോക്കി ചോദിക്കുകയാണ്. എന്താണ് അദ്ദേഹം നൽകിയിരിക്കുന്ന സേവനം എന്നുള്ളത്? അത് കേന്ദ്ര സർക്കാരിനും പത്മഭൂഷൺ സമിതിക്കും മനസ്സിലായ കാര്യം തന്നെയാണ്. സാധാരണഗതിയിൽ പത്മപുരസ്കാരങ്ങൾക്ക് കേന്ദ്രം ഓരോരോ സംസ്ഥാനങ്ങൾക്കും നോട്ടിഫിക്കേഷൻ കൊടുക്കുമ്പോൾ അവിടെ നിന്ന് ആരൊക്കെയാണ് പത്മപുരസ്കാരത്തിന് അർഹരായിട്ടുള്ളവർ എന്ന് ഒരു ചോദ്യം ഉണ്ടാവും. ആ ചോദ്യത്തിന് സംസ്ഥാനങ്ങളിൽ നിന്നും അർഹരായവരുടെ ഒരു ലിസ്റ്റ് തന്നെയാണ് സമർപ്പിക്കപ്പെടാറുള്ളത്. എന്നാൽ കേരള സംസ്ഥാനം 10 വർഷം ഭരിച്ചിരുന്ന പിണറായി വിജയനോ ഇപ്പോൾ പുതിയ മന്ത്രിസഭയുടെ മുഖ്യമന്ത്രിയായ VD സതീശനോ വെള്ളാപ്പള്ളി നടേശന് പത്മപുരസ്കാരത്തിന് വേണ്ടി നിർദ്ദേശിച്ചിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. കേന്ദ്രം നേരിട്ട് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ സമ്മാനിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇതിൽ എടുത്തു പറയേണ്ട ഒരു വസ്തുത, SNDP സംരക്ഷണ സമിതി എന്ന് പറയുന്ന ഒരു സമിതി വെള്ളാപ്പള്ളി നടേശന് ഈ വിശിഷ്ടമായ പുരസ്കാരം നൽകുന്നതിലൂടെ ആ പുരസ്കാരത്തെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് രാഷ്ട്രപതിയും പുരസ്കാര സമിതിയും ഇത് പുനരാലോചിക്കണം എന്ന് പറഞ്ഞിട്ടാണ് കത്തയച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി കൂട്ടി പറയുകയാണെങ്കിൽ, കഴിഞ്ഞ പത്മപുരസ്കാരങ്ങൾ നൽകുന്ന അവസരത്തിൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നഞ്ചിയമ്മയ്ക്കൊക്കെ പത്മപുരസ്കാരം നൽകുന്ന അവസരത്തിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. പത്മപുരസ്കാരം ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും കിട്ടും, പണം കൊടുത്താൽ ആർക്ക് വേണമെങ്കിലും കിട്ടും. അപ്പോൾ അങ്ങനെയെങ്കിൽ അങ്ങക്ക് കിട്ടിയാൽ സ്വീകരിക്കുമെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ പട്ടിക്ക് വേണം പുരസ്കാരം എന്നാണ് പറഞ്ഞത്, പത്മപുരസ്കാരം. അപ്പോൾ പത്മപുരസ്കാരത്തെ പോലും പട്ടിയുടെ അത്ര പോലും വിലയില്ലാത്ത രീതിയിൽ അവഹേളിച്ച വെള്ളാപ്പള്ളി നടേശന് വീണ്ടും പത്മഭൂഷൺ നൽകി കേന്ദ്രം ആദരിക്കുമ്പോൾ ആ പുരസ്കാരത്തെ തന്നെയാണ് അവഹേളിക്കുന്നത് എന്നാണ് SNDP സംരക്ഷണ സമിതി ഇപ്പോൾ കേന്ദ്രത്തിന് കത്തയച്ചിരിക്കുന്നത്. ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ എങ്ങനെയാണ് സാർ ഇതിന് വിലയിരുത്തുന്നത്? അതായത് പത്മഭൂഷൺ പുരസ്കാരങ്ങൾക്ക് വിലയില്ലാതാക്കുന്നു എന്നുള്ളതാണ്, അതിനെ അവഹേളിക്കുന്നു എന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശന് ഈ പുരസ്കാരം കൊടുക്കുന്നതിലൂടെ തെളിയിക്കുന്നത്. ഞാൻ തന്നെ ഒരു പരാതി കൊടുത്തിരുന്നു രാഷ്ട്രപതിക്ക്. അതിൽ ഒരു കാരണവശാലും വെള്ളാപ്പള്ളി നടേശന് ഇങ്ങനെ അവാർഡ് കൊടുക്കരുത്, ഈ പുരസ്കാരം കൊടുത്തു കഴിഞ്ഞാൽ പുരസ്കാരത്തിന് വിലയില്ലാതാകും, അത് അവഹേളിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തത്. അതിന് കാര്യകാരണ സഹിതം ഞാൻ കൊടുത്തിരുന്നു. ഞാൻ 1998 വെള്ളാപ്പള്ളി നടേശൻ ഇവിടെ നിന്ന് പെട്രോളും ഡീസലും മണ്ണെണ്ണയും LTTE കൈമാറുകയും അവിടെ നിന്ന് കള്ളനോട്ട് ഇറക്കുകയും ചെയ്തു എന്ന് ഞാൻ അതിൽ പറഞ്ഞിരുന്നു. കൂടാതെ അദ്ദേഹം മറ്റം ഫൈനാൻസ് കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സ്പിരിറ്റ് കടത്തിയിരുന്നു, അതിന് അദ്ദേഹത്തിൻ്റെ പേരിൽ കേസ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നൊരു കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞു. ഇത് ഞാനാണ് പുറത്തു കൊണ്ടുവന്നത് 1998. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ 127 കേസുകളാണുള്ളത്. അതായത് മൈക്രോ ഫിനാൻസ് കേസുകൾ, പിന്നോക്ക വിഭാഗ കോർപ്പറേഷനിൽ നിന്ന് കിട്ടിയ ഫണ്ട് ദുരുപയോഗം ചെയ്ത് ഏകദേശം 15,000 കോടി രൂപയുടെ തട്ടിപ്പാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഏകദേശം 5,000 കുടുംബങ്ങൾ, ഈഴവ കുടുംബങ്ങൾ ഇപ്പോൾ അവരുടെ സ്ഥലം ജപ്തി ചെയ്യാൻ പോകണു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുള്ളത്. അങ്ങനെ 127 കേസിൽ ഒരു കേസിൽ ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മഹേഷിൻ്റെ ആത്മഹത്യാക്കുറിപ്പ്. മഹേഷിൻ്റെ ആത്മഹത്യാക്കുറിപ്പ് എന്ന് പറയുന്നത് വളരെ ഗൗരവമായി കാണേണ്ട ഒരു കാര്യമാണ്. കണിച്ചുകുളങ്ങര SNDP സെക്രട്ടറി ആയിരുന്ന മഹേഷൻ തൻ്റെ പേരിൽ എല്ലാ കുറ്റങ്ങളും ചാർത്തി വെച്ച് മൈക്രോ ഫൈനാൻസിൽ വെള്ളാപ്പള്ളിയും തുഷാർ വെള്ളാപ്പള്ളിയും രക്ഷപ്പെടാൻ പോകുന്നു. അവരുടെ സമ്മർദ്ദം കാരണം എനിക്ക് ജീവിക്കേണ്ട കൃത്യമായ കാര്യങ്ങളെല്ലാം എഴുതി വെച്ച് 31 പേജുള്ള ഒരു ആത്മഹത്യാക്കുറിപ്പാണ് എഴുതി വെച്ചത്. ഇത് ആത്മഹത്യ കഴിഞ്ഞിട്ട് കുറേ കാലമായി. എന്നിട്ട് പിണറായി വിജയൻ്റെ സർക്കാർ യാതൊന്നും ചെയ്തില്ല. പിണറായി വിജയനെ വെള്ളാപ്പള്ളിയെ സംരക്ഷിക്കുകയായിരുന്നു. ഇവിടെ അതിന് പകരം കേന്ദ്ര ഗവൺമെൻറ്റിന് വേണ്ടി BJP ഇവിടെ വളരാൻ വേണ്ടി പിണറായി വിജയൻ്റെ നിർദ്ദേശപ്രകാരം വർഗീയ വിഷം തുപ്പുകയായിരുന്നു ഇക്കഴിഞ്ഞ കാലമെല്ലാം. നമുക്ക് നേരിട്ട് അറിയുന്നൊരു കാര്യമാണ്. മലപ്പുറത്ത് അദ്ദേഹം പോയിട്ട് നടത്തിയിട്ടുള്ള SNDP മീറ്റിംഗ്, നിലമ്പൂരിൽ പോയിട്ട് നടത്തിയിട്ടുള്ള പ്രസ്താവന. മലപ്പുറത്ത്
ന്യൂനപക്ഷങ്ങൾ ഈഴവർക്ക് ഒരു സൗകര്യം കിട്ടുന്നില്ല, സ്കൂളുകൾ കിട്ടുന്നില്ല, എന്നാൽ മുസ്ലിങ്ങൾക്ക് മാത്രമാണ് കിട്ടുന്നത് എന്നാണ്. 10 വർഷം ഭരിച്ചുകൊണ്ടിരിക്കുന്ന CPM ഗവൺമെൻറ്റിൻ്റെ കൂടെ നിൽക്കുന്ന വെള്ളാപ്പള്ളിക്ക് സ്കൂളുകൾ കിട്ടിയില്ലതിൻ്റെ ഉത്തരവാദിത്തമാർക്കാണ്? പിണറായി വിജയനാണ്. അപ്പം ഇവിടെയൊക്കെ തന്നെ വർഗീയത വളർത്തുക, തമ്മിലടിപ്പിക്കുക, സമുദായ കലാപം ഉണ്ടാക്കുക എന്നുള്ളതാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അദ്ദേഹം ഒരു ബോൺ ക്രിമിനലിനെ പോലെ ഉള്ള ഒരാളാണെന്ന് തെളിയിക്കുന്നതാണ് 127 മൈക്രോ ഫിനാൻസ് കേസുകൾ. അപ്പോൾ ഈ കേസുകളുള്ള ഒരാൾക്കൊന്നും, ക്രിമിനൽ കേസുകൾപ്പെട്ട ആൾക്കൊന്നും ഈ പത്മ പുരസ്കാരം കൊടുക്കാറില്ല. അതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. കാരണം ഈ ഷെയ്ഡി ക്യാരക്ടേഴ്സിന് അല്ലെങ്കിൽ കേസുകളുടെ നൂലാമലയിൽ പെട്ട് നിൽക്കുന്ന ആളുകൾക്ക്, വിശ്വസ്തരല്ലാത്ത ആളുകൾ, അതായത് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ സുതാര്യതയില്ലാത്ത ആളുകൾക്ക് ആർക്കും പത്മപുരസ്കാരം സമർപ്പിച്ചതായി ഇതുവരെ അറിയില്ല. അങ്ങനെ പത്മപുരസ്കാരം കിട്ടിയതിന് ശേഷം ഇവർ ഏതെങ്കിലും തരത്തിൽ ആ പുരസ്കാര ജേതാവിന് നിരക്കാത്ത രീതിയിൽ പെരുമാറിക്കഴിഞ്ഞാൽ അത് തിരിച്ചു വാങ്ങിക്കാൻ വരെ രാഷ്ട്രപതിക്ക്, പത്മപുരസ്കാര സമിതിക്ക് അർഹതയുണ്ട് എന്നുള്ള ഒരു കാര്യം നിലവിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഷെയ്ഡി ക്യാരക്ടറായ കേരളത്തിൽ ഇപ്പോൾ 127ഓളം കേസുകളുള്ള ഒരാളുടെ ആത്മഹത്യക്ക് തന്നെ പ്രേരണാ കുറ്റം ചുമത്തപ്പെട്ട, ശാശ്വതീകാനന്ദയുടെ ദുരൂഹമരണത്തിൽ കുറ്റം ചുമത്തപ്പെട്ട വെള്ളാപ്പള്ളി നടേശന് മഹത്തായ സാമൂഹിക സേവന രംഗത്തെ പ്രവർത്തനം ഗണിച്ചുകൊണ്ട്, കണക്കിലെടുത്തുകൊണ്ട് ഈ പത്മഭൂഷൺ നൽകുന്നു എന്ന് പറയുമ്പോൾ ആ പുരസ്കാരത്തെ പോലും തേജോവധം ചെയ്യുന്ന രീതിയിലുള്ള ഒരു നടപടിക്രമമാണ് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കപ്പെട്ടിരിക്കുന്നത്. ഈ കേസുകളും പ്രത്യേകിച്ച് ആത്മഹത്യ ചെയ്ത മഹേശൻ്റെ ആത്മഹത്യാക്കുറിപ്പ്, ശാശ്വതീകാനന്ദയുടെ ദുരൂഹമരണം എന്നിവയൊക്കെ വെള്ളാപ്പള്ളി നടേശൻ്റെ മുകളിൽ ഡെമോക്ലിസിൻ്റെ വാള് പോലെ തൂങ്ങിയാടുന്നു. അതിലെ കുറ്റക്കാരൻ അല്ലെങ്കിൽ കുറ്റത്തിലേക്ക് നയിച്ച കാര്യങ്ങളെല്ലാം അവരുടെ മരണത്തിന് കാരണമായത് വെള്ളാപ്പള്ളി നടേശനാണ് എന്നുള്ള അഭ്യൂഹങ്ങൾ പൊതുസമൂഹത്തിലുള്ളപ്പോഴാണ് ഇത്തരത്തിൽ മഹത്തായ സേവനത്തിൻ്റെ പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഈ സമ്മാനം നൽകുന്നു എന്ന് പറയുമ്പോൾ ഏതെങ്കിലും കാരണവശാൽ അദ്ദേഹം ഈ കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ ഈ പുരസ്കാരം തന്നെ തിരിച്ചെടുക്കേണ്ടതായി വരില്ലേ? അല്ല, തീർച്ചയായിട്ടും. കാരണം അദ്ദേഹം ഇപ്പോൾ തന്നെ കൽപ്പറ്റയിൽ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞു. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിലെ ഒരു കേസിലാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഇനി 126 കേസുകളുണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ. അതിലപ്പുറത്തേക്കാണ് KK മഹേഷിൻ്റെ കേസ്. അതിൽ കൃത്യമായി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വേറെ യാതൊരു കാര്യവും വേണ്ട. കാരണം ആത്മഹത്യാക്കുറിപ്പ് തന്നെ മരണക്കുറിപ്പ് അന്തിമമായിട്ടുള്ള എടുക്കുന്നതാണ് കോടതി. ആ കോടതി എടുക്കുന്ന തീരുമാനത്തിൽ ഫൈനലായിട്ട് തന്നെ അദ്ദേഹം ഒരു 10 വർഷം ജയിൽ ശിക്ഷ കിട്ടാവുന്ന വകുപ്പാണ്, ജീവപര്യന്തം തടവ് ശിക്ഷ കിട്ടുന്ന വകുപ്പാണ് അദ്ദേഹത്തിൻ്റെ മകനും. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തെ പോലുള്ള കൊടും ക്രിമിനലിന് അദ്ദേഹത്തിന് എങ്ങനെ ഈ അവാർഡ് ഇത് കൊടുക്കാൻ പറ്റും, പത്മപുരസ്കാരം കൊടുക്കാൻ പറ്റും? അദ്ദേഹം പൊതുസമൂഹത്തിൽ ഏറ്റവും വൃത്തികെട്ട മനുഷ്യൻ എന്നുള്ള രൂപത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. മാത്രമല്ല നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ SNDP എന്നുള്ള പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായി ഇരിക്കുന്ന അദ്ദേഹം കമ്പനി നിയമങ്ങൾ പ്രകാരം 2016 മുതൽ അക്കൗണ്ടൊന്നും കൊടുക്കാത്തതുകൊണ്ട്, ഓഡിറ്റിംഗ് നടത്താത്തത് കൊണ്ട് ഈ SNDPയുടെ ഇപ്പോഴത്തെ ആ സ്ഥാപനം തന്നെ അദ്ദേഹത്തിന് ജനറൽ സെക്രട്ടറി ആയിട്ട് നിലനിൽക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല എന്നുള്ള നിയമപരമായ അറിവ് നമുക്കുണ്ട്. ഹൈക്കോടതി ഓൾറെഡി പിരിച്ചുവിടുകയും അത് താൽക്കാലിക സ്റ്റേ കിട്ടിയിട്ടുണ്ടായിരിക്കാം. അതിൻ്റെ മേൽ നടപടികൾ പോകുമ്പോൾ കൃത്യമായി കമ്പനി നിയമപ്രകാരം അദ്ദേഹം ചെയ്തിട്ടില്ല എന്നുള്ളത് കൃത്യമാണ്. ഇതൊരു പ്രാഥമികമായ ഒരു അന്വേഷണം പോലും നടത്താതെ BJPയുടെ താൽക്കാലിക ലാഭത്തിനു വേണ്ടി ഇവിടെ വോട്ട് ബാങ്ക് തുറക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളാപ്പള്ളിക്ക് അവാർഡ് കൊടുക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് വിപരീത ഫലമാണ് ചെയ്യാൻ പോകുന്നത്. സാധാരണ ഈഴവർ പോലും BJPയുടെ കൂടെ പോകാൻ പോകുന്നില്ല. അതേസമയത്ത് വെള്ളാപ്പള്ളിക്കെതിരെ ആഞ്ഞടിച്ചപ്പോൾ VD സതീശന് ഉണ്ടായ ഗുണമെന്താണ്? കേരള ജനത ഒറ്റക്കെട്ടായി അദ്ദേഹത്തെ സ്വീകരിച്ചു. അദ്ദേഹം നിലപാടുള്ള ഒരാളായി കണ്ടു. അങ്ങനെ അദ്ദേഹത്തിന് വലിയ അംഗീകാരം കിട്ടി. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകുന്ന ആളുകളെല്ലാം തന്നെ ഒരു നികൃഷ്ട ജീവികളെ പോലെയാണ് ജനങ്ങൾ ഇപ്പോൾ കാണുന്നത്. രമേശ് ചെന്നിത്തലയായാലും, അത് ബിന്ദു കൃഷ്ണയായാലും, ലിജു ആയാലും, ഇവർക്കൊക്കെ പേരും പ്രശസ്തി തന്നെ. അവരുടെ പേരും പ്രശസ്തിയൊക്കെ ഈ വെള്ളാപ്പള്ളീൻ്റെ അടുത്ത് പോകുമ്പോൾ ജനങ്ങൾ അറപ്പും വെറുപ്പുമായിട്ടാണ് കാണുന്നത്. അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് പത്മ പുരസ്കാരം കൊടുക്കുന്നത്? അപ്പോൾ തീർച്ചയായും ഈ പത്മ പുരസ്കാരം കൊടുക്കുന്നത് വഴി പത്മവിഭൂഷൺ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഒരു പുരസ്കാരം അതിന് വിലയില്ലാതാകുന്നു, അതിന് അപമാനിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.
സാർ, പിന്നെ ഇതിൽ തന്നെ മറ്റൊരു കാര്യം കൂടി, SNDPയുടെ ഈ വർഷങ്ങളായി അദ്ദേഹം തന്നെയാണ് ജനറൽ സെക്രട്ടറി ആയിരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വോട്ട് രേഖപ്പെടുത്തുമ്പോൾ 200 പേർക്ക് ഒരാൾ വോട്ട് ചെയ്യുക, 200 പേരുടെ പ്രതിനിധിയായി ഒരാൾ വോട്ട് ചെയ്യുക. അങ്ങനെ വെള്ളാപ്പള്ളി നടേശന് വേണ്ടി വോട്ട് ചെയ്യാവുന്ന ആളുകളെ എല്ലാവരെയും പ്രതിനിധികളായി യോഗത്തിൽ ഇരുത്തുകയും അതാത് സ്ഥാനങ്ങളിൽ ഇരുത്തുകയും ആര് എങ്ങനെ മത്സരിച്ചാലും വെള്ളാപ്പള്ളി മാത്രം കാലാകാലത്തോളം തിരഞ്ഞെടുക്കപ്പെടുന്ന രീതിയിലുള്ളൊരു പാനൽ സിസ്റ്റം അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ കഴിഞ്ഞ 10-26 വർഷക്കാലമായി ഈ ജനറൽ സെക്രട്ടറി പദം, SNDPയുടെ ജനറൽ സെക്രട്ടറി പദം അലങ്കരിക്കുന്നത് എന്നുള്ളൊരു വസ്തുത കൂടി കണക്കിലെടുക്കുമ്പോൾ, ഇന്നലെ അദ്ദേഹം മറ്റൊരു കാര്യം പറഞ്ഞു, ഇനിയും ഞാൻ മത്സരിച്ചാൽ ജയിക്കും എന്ന് അദ്ദേഹം ആത്മവിശ്വാസത്തോടുകൂടി പറയുന്നതിൻ്റെ പുറകിലുള്ള ഒരു ഘടകം ഇത് തന്നെയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റാത്തതാണ്. ഇത് ഒരുപക്ഷെ ക്യൂബയിലോ ദക്ഷിണ കൊറിയയിലോ അല്ലാന്നുണ്ടെങ്കിൽ ചൈനയിലോ ഒക്കെ മാത്രം കാണുന്ന ഒരു തെരഞ്ഞെടുപ്പ് രീതിയാണ്. എനിക്ക് അധികാരത്തിലിരിക്കാൻ വേണ്ടി എൻ്റെ ചുറ്റുമുള്ള ആളുകൾ എനിക്ക് വേണ്ടി വോട്ട് ചെയ്യുക, അല്ലെങ്കിൽ അത്തരം കുറേ ആളുകളെ സൃഷ്ടിച്ചു വയ്ക്കുക. അപ്പോൾ തീർത്തും ജനാധിപത്യപരമല്ലാതെ രീതിയിൽ ആ തെരഞ്ഞെടുപ്പ് വരെ സുതാര്യമല്ലാതെ ആക്കിയിട്ടാണ് വെള്ളാപ്പള്ളി നടേശൻ ആ സ്ഥാനത്തിരിക്കുന്നത് എന്ന് SNDP യോഗത്തിൻ്റെ തന്നെ വക്താക്കളിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു. അല്ല, അതാണ് അവിടുത്തെ സിസ്റ്റം. കാരണം തൻ്റെ ഇഷ്ടപ്പെട്ട ആൾക്കാരെ പ്രധാനപ്പെട്ട സ്ഥാനത്ത് നിർത്തി അവർക്ക് 200 പേരുടെ വോട്ട് ചെയ്യാനുള്ള അംഗീകാരം കൊടുത്ത് എല്ലാ കാലത്തും നിലനിർത്തുന്ന രീതിയാണ് SNDPയിലുള്ളത്. ഇത് ജനാധിപത്യമല്ല, ഇതൊരു ഗുണ്ടായിസമാണ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഗുണ്ടായിസത്തിലെ പിടിച്ചു നിർത്തുന്നു. അങ്ങനെ അദ്ദേഹം നേരത്തെ കുറേ കൊലപാതകങ്ങൾ നടത്തിയതിൻ്റെ വിവരങ്ങളും ക്രൈം നേരത്തെ പുറത്തുവിട്ടിരുന്നു. അതിന് കൊന്നവരെയൊക്കെ അദ്ദേഹം ഈ റെയിൽവേയുടെ കോൺട്രാക്ടറായിരുന്നു. ആ സമയത്ത് ആ ട്രാക്ക് ഉണ്ടാക്കുന്നതിൻ്റെ അടിയിൽ മണ്ണിട്ട് നികത്തിനുള്ളിൽ കൊന്നിട്ട് കുഴിച്ചു മൂടിയിട്ടുണ്ടെന്നുള്ള കാര്യം ക്രൈം വെളിപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഭീകരനായ ഒരു മനുഷ്യന് അവാർഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ തന്നെ അപമാനിക്കുന്നതാണ്. ഇന്ത്യയിലെ ഇത്തരം പുരസ്കാരങ്ങൾക്ക് അപമാനമാണ്. നല്ലവരായ ആളുകൾക്ക് അവാർഡ് കിട്ടുന്നത് പോലും നമ്മൾ സംശയത്തോടു കൂടിയിട്ട് പിന്നെ നോക്കി കാണും. കാരണം അവാർഡ് ഇത്തരം നോട്ടപ്പള്ളികളായ ക്രിമിനലുകൾക്ക് കൊടുക്കുമ്പോൾ തീർച്ചയായും മറ്റുള്ളവരും ഇതേപോലെ തന്നെയല്ലേ, അവരുടെ ക്യാരക്ടറും ഷെയ്ഡി തന്നെയല്ലേ എന്ന് ചിന്തിച്ചു പോകും എന്നുള്ളത് കൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ വെള്ളാപ്പള്ളി നടേശനെതിരെ കേസും വിചാരണയും വരുമ്പോൾ ഈ പത്മപുരസ്കാരം തെറിക്കുമോ അല്ലെങ്കിൽ കൊടുത്ത പുരസ്കാരം തിരിച്ചെടുക്കുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.